بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളായ നാം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ്. ഖദറിലുള്ള അവൻ്റെ ഖദായിലുള്ള വിശ്വാസം, എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. അള്ളാഹു അറിയാതെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ, ഈ ദുന്യാവിൽ നാം കാണുന്ന വിപത്തുകൾ, നാം കാണുന്ന ദുരന്തങ്ങൾ, കാലവിപത്തുകൾ, മഴക്കെടുതികൾ, ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ജലപ്രളയങ്ങൾ തുടങ്ങിയ നാശങ്ങൾ അതുണ്ടാകുന്നത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അദാബായി സംഭവിക്കാം. വിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് നമ്മെ പരീക്ഷിച്ചെന്ന് വരാം. പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാക്കി തീർക്കുമെന്ന ഹദീസുകൾ, ഖുർആൻ വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാ മനഅ ഖൗമുൻ അസ്സകാത്ത ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീന. ഒരു ജനത സക്കാത്ത് തടയുമ്പോൾ, സക്കാത്ത് കൊടുക്കാതെ ജീവിക്കുമ്പോൾ, ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാലവിപത്തുകൾ കൊണ്ട്, വരൾച്ചകൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, ക്ഷാമം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണമാണ് അല്ലാഹു നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ. മറ്റൊരു റിപ്പോർട്ടിൽ, ബൈഹഖി റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം, വലം യംനഉ സക്കാത്ത അംവാലിഹിം, അവർ അവരുടെ മുതലുകളുടെ സക്കാത്ത് വിലങ്ങുമ്പോൾ, കൊടുക്കാതിരിക്കുമ്പോൾ, ഇല്ല മുനിഉൽ ഖത്റ മിനസ്സമായി, ആകാശത്തു നിന്നുള്ള മഴയെ അല്ലാഹു തആല തടയും. മഴ തടയപ്പെടും സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മഴ തടയുന്നില്ലല്ലോ, മഴ വരുന്നുണ്ടല്ലോ. ഹദീസിന്റെ ബാക്കി, വലൗലൽ ബഹായിമു, നാൽക്കാലി മൃഗങ്ങൾ, കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ ലം യംതുറു, മഴ വർഷിക്കുകയില്ലായിരുന്നു. ആ കന്നുകാലികളുടെ, നാൽക്കാലി മൃഗങ്ങളുടെ അവ ഉണ്ടായതിന്റെ ഫലമാണ് മഴ വർഷിക്കുന്നത്. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസ്ബിയതും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബാ അലൈകുമുൽ അദാബുൽ ലൗജഉ. മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ, അല്ലാഹുവിന് റുക്കൂഅ ചെയ്യുന്ന അഥവാ നമസ്കരിക്കുന്ന വൃദ്ധന്മാരും വൃദ്ധകളും ഇല്ലായിരുന്നുവെങ്കിൽ, വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ, വിജനമായ മരുഭൂമികളിൽ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങൾ, മൃഗങ്ങൾ അതില്ലായിരുന്നുവെങ്കിൽ, സുബ്ബ അലൈകുമുൽ അദാബുൽ ലൗജഉ, വേദനാജനകമായ അല്ലാഹുവിന്റെ ശിക്ഷ വർഷിക്കപ്പെടുമായിരുന്നു എന്ന്. അപ്പോൾ റുക്കൂഉം സുജൂദും ചെയ്യുന്ന, നമസ്കരിക്കുന്ന വൃദ്ധന്മാരും വൃദ്ധകളുമുള്ളതിൻ്റെ പേരിൽ വിജനമായ സ്ഥലങ്ങളിലൂടെ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല
മുതലുകളുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് മഴ തടയും. ഇനി അഥവാ മഴ വർഷിപ്പിക്കുന്നുവെങ്കിൽ കന്നുകാലികൾ നാൽക്കാലി മൃഗങ്ങളുടെ പേരിലാണ് എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നുവല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും വിപത്തുകളും സംഭവിക്കുന്നത് മുമ്പ് നാം സൂചിപ്പിച്ചു പോയി കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരുപക്ഷെ നമ്മുടെ കരങ്ങൾ ചെയ്തതിൻ്റെ അനന്തരഫലമാണ്. ഇവിടെ സക്കാത്ത് കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ, കൊടുക്കാത്തതിൻ്റെ പേരിൽ മഹാനായ പ്രവാചകന്റെ ഹദീസുകൾ, 2 ഹദീസും പഠിപ്പിക്കുന്ന അതാണ്. അപ്പോൾ നമ്മുടെ കരങ്ങളുടെ ചെയ്തികളുടെ അനന്തര ഫലമാണ് ഒരുപക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, വിപത്തുകൾ, ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായി കുഴപ്പങ്ങൾ പ്രകടമായി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രകടമായതിൽ? യുദീഖഹും, അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി. ബഅദല്ലദീ അമിലു, അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ, പ്രവർത്തനങ്ങളുടെ, ആ പ്രവർത്തനങ്ങളിൽ ചിലതിൻ്റെ എങ്കിലും ഫലം ഇവിടെ വെച്ച് തന്നെ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ ഭൂമിയിലും കടലിലും കരയിലും നാശങ്ങൾ, വിപത്തുകൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്ന, അവനെ അനുസരിക്കുന്ന വിഭാഗത്തിന് മാത്രമാണോ ഈ ദുരന്തങ്ങൾ, ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക? അല്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻഫാൽ, ആ അൻഫാലിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ കരുതിയിരിക്കുക. വത്തഖൂ, നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ഫിത്നതൻ, വിപത്തുകളെ, വിപത്തു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക, കരുതിയിരിക്കുക. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്ത, അനീതി ചെയ്തവർക്ക് മാത്രം വന്നു ഭവിക്കുകയില്ല. വരുമ്പോൾ എല്ലാവർക്കും കൂടെയാ വരിക. അതിക്രമം ചെയ്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, നിയമങ്ങൾക്ക് എതിരായി ജീവിച്ചവർക്ക് മാത്രമായിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണം നേരിടേണ്ടി വരികയില്ല. വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് കഴിഞ്ഞുകൂടുന്നവർക്കും ഇത് സംഭവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഖിയാമത്തിന്റെ അടയാളങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരുന്ന ധാരാളം ഹദീസുകൾ നമുക്കുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ലോകാവസാന സമയമാകുമ്പോൾ ഇത്യാദി ദുരന്തങ്ങൾ, വിപത്തുകൾ, ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ജലപ്രളയങ്ങൾ തുടങ്ങിയ വിപത്തുകൾ, ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ സംജാതമാകുമെന്ന് ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പൊതുസ്വത്ത് അത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ, വൽ അമാനത്തു മഗ്നമ, അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട, സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വസ്തുവിനെ, ധനത്തെയാകട്ടെ വസ്തുക്കളാകട്ടെ, അതിനെ ഗനീമത്ത് മുതലുപോലെ യുദ്ധക്കളത്തിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന, യുദ്ധക്കളത്തിൽ ശത്രുപക്ഷം ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ഗനീമത്ത് മുതലുകളെ പോലെ സ്വന്തം മുതലാക്കി തീർക്കുന്ന, ആ അമാനത്ത് സ്വത്തുകളെ തിരിച്ചു കൊടുക്കാതെ വരുന്ന ഒരു കാലഘട്ടം വന്നാൽ, വസ്സക്കാത്തു മഗ്റമ, സക്കാത്ത് കടമാക്കപ്പെടുന്ന, ബാധ്യതയാക്കുന്ന, സക്കാത്ത് കൊടുക്കാതെ ഓരോ വർഷവും സക്കാത്ത് കൊടുക്കാതെ കടമാക്കുന്ന ഒരവസ്ഥ, തന്നിൽ ബാധ്യതയാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥ സംജാതമായാൽ, മതത്തിന് വേണ്ടിയല്ലാതെ, ദീനിന് വേണ്ടിയല്ലാതെ ഇൽമു പഠിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഒരു മനുഷ്യൻ
തൻ്റെ ഭാര്യയ്ക്ക് അഡിക്റ്റായാൽ, ഭാര്യയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, വഅക്ക ഉമ്മഹു തൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുന്ന, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, മുമ്പ് നാം പറഞ്ഞു പോയതാണ്. ഖിയാമത്തിന്റെ അടയാളം മഹാനീയ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ഖിയാമത്ത് എന്ന് സംഭവിക്കും ചോദിച്ചു. അതിനുശേഷം ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അടിമ ഉടമയെ പ്രസവിക്കുക, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് മഹാനീയ പ്രവാചകൻ പഠിപ്പിച്ചു. എന്നതുപോലെ വഅക്ക ഉമ്മഹു തൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുന്ന, അടിമ ഉടമയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അടിമയോട് പെരുമാറുന്നത് പോലെ മക്കൾ മാതാവിനോട്, മാതാപിതാക്കളോട് പെരുമാറുന്ന കാലഘട്ടം വന്നാൽ എന്നാണ് അവിടുത്തെ വിശദീകരണം അവിടെ പറഞ്ഞു പോയതാണ്. അപ്പൊ തൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുന്ന കാലഘട്ടം വന്നാൽ, വാദിന സ്വദീഖഹു തൻ്റെ കൂട്ടുകാരെ തന്നിലേക്ക് അടുപ്പിക്കുകയും, വാഖസ അബാഹു തൻ്റെ പിതാവിനെ തന്നിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ, ഓരോന്നും നാം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ തന്നിലേക്ക് അടുപ്പിക്കുകയും പിതാവിനെ തന്നിൽ നിന്ന് അകറ്റുകയും പിതാവാണെന്ന് പോലും പറയാൻ മടിക്കുന്ന കാലഘട്ടം. അങ്ങനെ സംഭവിച്ചാൽ വലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി, അള്ളാഹുവിൻ്റെ പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ പ്രകടമായാൽ, അങ്ങനെ കാലഘട്ടം വന്നാൽ, വസാദൽ ഖബീലത ഫാസിഖുഹും ഒരു ഗോത്രത്തിന്, ഒരു കുടുംബത്തിന്, ആ ഒരു ഫാമിലിക്ക് അവരിൽ ഏറ്റവും ദുർനടപ്പുകാരൻ, തെമ്മാടിയായ മനുഷ്യൻ നേതൃത്വം വഹിക്കുന്ന കാലഘട്ടം വന്നാൽ, വകാന സഈമുൽ ഖൗമി അർദലഹും ജനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് നേതാവായിട്ട് വരുന്നത് അവരിൽ നീചനായ വ്യക്തി വരുന്ന കാലഘട്ടം വന്നാൽ, ഭരണരംഗത്തേക്ക് മതപരമായ സ്ഥാനമാനങ്ങളിലേക്ക് നേതാക്കളായിട്ട് വരുന്നത് അവരിൽ ഏറ്റവും നീചന്മാരായി വരുന്ന കാലഘട്ടം വന്നാൽ, വഉക്രിമർ റജുലു മഖാഫത്ത ശർരിഹി ഒരാളെ ആദരിക്കപ്പെടുക, അയാളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ, ബുദ്ധിമുട്ടിനെ ഭയന്നുകൊണ്ട് അയാളെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഒരാളെ നമ്മൾ ആദരിക്കുന്നു, എന്താ അയാളിൽ നിന്ന് അയാളെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിച്ചില്ലെങ്കിൽ അയാളിൽ നിന്ന് ഷർറുണ്ടാകും, തിന്മയുണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് അയാൾ ആദരിക്കപ്പെടുന്ന കാലഘട്ടം വന്നാൽ, വല്ലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു സംഗീതോപകരണങ്ങളും ഗായികമാരുമെല്ലാം പ്രത്യക്ഷപ്പെടുന്ന, അശ്ലീലമായ ഗാനങ്ങൾ ആലപിക്കുന്നവർ, ഗായികമാർ, അതുപോലത്തെ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം വരിക. വശുരിബത്തുൽ ഹുമൂർ മദ്യപാനം അധികരിക്കുന്ന കാലഘട്ടം വരിക. വലഅന ആഖിറ ഹാദിഹിൽ ഉമ്മ വലുഇന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിലെ അവസാനം വരുന്നവരെ, അവലുഹ സമുദായത്തിന്റെ ഈ സമുദായത്തിന്റെ ആദ്യത്തിൽ ഉള്ളവരെ, ഈ സമുദായത്തിന്റെ അവസാനം വന്നവർ ശപിക്കുന്ന കാലഘട്ടം വന്നാൽ, പൂർവികന്മാരെ, സ്വഹാബത്തിനെ, സലഫിനെ, മുൻഗാമികളെ, അവരെയൊക്കെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, പിൻഗാമികളാണ് മുൻഗാമികളെ ആക്ഷേപിക്കുന്നത്. ഫർതഖിബു നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം, റീഹൻ ഹംറാ ചുവന്ന കാറ്റിനെ, തീക്കാറ്റിനെയും കൊടുങ്കാറ്റിനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, വസൽസലത്തൻ ഭൂകമ്പത്തെ, ഭൂചലനത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. വഹസഫൻ ഭൂമി ആണ്ടു പോകുക, താഴ്ന്നു പോകുക. നമ്മൾ എത്രയോ കാണുന്നു, വീടുകൾ ഇങ്ങനെ താഴ്ന്നു പോകുന്നു, കിണറുകൾ ഇങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഭൂമി വിഴുങ്ങുന്ന കാലഘട്ടം, വീടുകളെയും കിണറുകളെയും മറ്റും വിഴുങ്ങുന്ന, അതിലേക്ക് വീടുകളും കിണറുകളുമെല്ലാം ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് താഴ്ന്നു പോകുന്ന കാലഘട്ടം വന്നാൽ, വഖദഫൻ അതുപോലെ തന്നെ പുറന്തള്ളുക, ഭൂമി പുറത്തേക്ക് തള്ളുക, മരങ്ങളെയും കല്ലുകളെയും മണ്ണുകളെയും വെള്ളത്തെയും എല്ലാം പുറന്തള്ളുന്ന ഉരുൾപൊട്ടൽ പോലുള്ള സംഗതി ഉണ്ടാകുന്ന കാലഘട്ടം വന്നാൽ, വആയാത്തിൻ തതതാബഉ തുടരെ വരുന്ന ദൃഷ്ടാന്തങ്ങൾ, ദുരന്തങ്ങൾ സംജാതമായാൽ, തുടരെ വരുന്ന ദൃഷ്ടാന്തങ്ങൾ, ദുരന്തങ്ങൾ ഏതുപോലെ ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മണികൾ, മാലകൾ, ഉദാഹരണമായിട്ട് തസ്ബീഹ് മാല, ആ തസ്ബീഹ് മാലയിൽ ഒരു ചരടിൽ, ഒരു നൂലിൽ കോർത്തിരിക്കുകയാണ് മുത്തുകൾ. ആ നൂല് പൊട്ടി
ഓരോ മുത്തുകൾ ഇങ്ങനെ തുടരെ തുടരെ താഴേക്ക് വീഴുന്നത് പോലെ തുടരെ തുടരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വിപത്തുകൾ, ദുരന്തങ്ങൾ തുടരെ തുടരെ, ജലപ്രളയം, അല്ലേ, കോവിഡ്, കൊറോണ, ഇങ്ങനെ ഉരുൾപൊട്ടല്, ഭൂകമ്പം, ഭൂചലനം തുടങ്ങി തുടരെ 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 ഒരു ചരടിലെ ആ ചരട് പൊട്ടിയിട്ട് അതിലുള്ള മുത്തുകൾ തുടരെ തുടരെ താഴേക്ക് പതിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിപത്തുകൾ, ദുരന്തങ്ങൾ വരിക. അതിനെ പ്രതീക്ഷിച്ചു കൊള്ളണം. അതിങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും. ഇത് പ്രതീക്ഷിച്ചു കൊള്ളുക. ഇങ്ങനെയുള്ള നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീക്കാറ്റിനെ, കൊടുങ്കാറ്റിനെയൊക്കെ പ്രതീക്ഷിക്കണം, ഭൂകമ്പത്തെ, ഭൂചലനത്തെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഭൂമി താഴ്ന്നു പോകുക, ആണ്ടുപോകുക, അതിനെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഭൂമി പുറന്തള്ളുന്നതിനെ പ്രതീക്ഷിക്കണം. തുടരെ തുടരെയുള്ള വിപത്തുകളെ, മുത്തുമണികൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് പോലെയുള്ള ദുരന്തങ്ങൾ തുടരെ തുടരെ വരുന്നതിനെ പ്രതീക്ഷിച്ചു കൊള്ളാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾക്ക് പാഠമാണ്, പാഠമാകേണ്ടതാണ് ഇത്യാദി കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കി അവന്റെ പരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഹപര വിജയികളിൽ അള്ളാഹു താല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമിനായ തമ്പുരാൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും, അവരെയും നമ്മെയും അള്ളാഹു അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട്, വിശിഷ്യ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വൃക്കസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ അല്ലാഹു തആല അവർക്കെല്ലാം പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും സിഹത്തോടു കൂടിയുള്ള ശരീരസുഖം, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമുർറാഹിമിനായ തമ്പുരാൻ ഇത്യാദി രോഗങ്ങൾ നമുക്കും അവർക്കുമെല്ലാം അല്ലാഹു തരാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.